നമസ്കാരം. ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ നിർമ്മിച്ച 5 നില ബഹുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. റോഡ് അപകടങ്ങളിൽപ്പെട്ട് എത്തുന്നവർക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള ട്രോമോ കെയർ സെൻ്റർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 3 ഓപ്പറേഷൻ തിയേറ്ററുകളും 150 കിടക്കകളും പുതിയ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 51.4 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. രാവിലെ 11-ന് അരൂർ MLA ദലീമയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനിൽ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. സർക്കാർ സംവിധാനത്തിൽ 47 പരാതികൾ. പക്ഷേ ഇവിടെ പ്രചരണം എങ്ങനെയാണ്? സർക്കാർ ആശുപത്രികൾ തകർന്നു എന്നുള്ളതാണ്. 600-ന്റെ സ്ഥാനത്ത് ഒരു പരാതി പോലും ഉണ്ടാകാൻ പാടില്ല. സർക്കാർ 47 ആണെങ്കിലും ഒരു പരാതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ സർക്കാർ ആശുപത്രികൾ. കാരണം സാധാരണക്കാരായിട്ടുള്ള നിസ്സഹായരായിട്ടുള്ള കൂടുതലും അങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്. പക്ഷേ ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാർ ഈ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമ്മൾ തളർന്നു പോയില്ല. ഇത് നമ്മുടെ നയമാണ്, സർക്കാരിൻ്റെ നയമാണ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നയമാണ്. നേരിട്ട് അവിടെ എത്തണം എന്നാണ് ആഗ്രഹിച്ചിരുന്നത്. ബഹുമാനപ്പെട്ട MLA ഞാൻ പറഞ്ഞിരുന്നത് രാവിലത്തെ പരിപാടികൾ അവിടെ തുറവൂരിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഇങ്ങോട്ട് ആലപ്പുഴയുടെ കിഴക്കേ അറ്റത്ത് വരെ തെക്കേ അറ്റത്ത് വരെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവിടെ എത്താൻ കഴിയുന്നില്ല. നിങ്ങളെല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കട്ടെ. ചടങ്ങിൽ പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VK ഗൗരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG രാജേശ്വരി, കുത്തിത്തൊടി ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീദേവി, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചീഫ് എഞ്ചിനീയർ നൌഷാദ്, CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി NB ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു.